താനിപ്പോ അവിടെ ചെന്ന് നടത്തിയ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിന് ക്രമസമാധാന പാലനം നല്ല പറയാ. SI എന്ന ഹുങ്കൊണ്ടുണ്ടായ വങ്കത്തരം. എന്റെ കൂടെ വേറെയും ഉണ്ടായിരുന്നു പോലീസുകാര്. നാട്ടുകാരിൽ ഒരാളായി മിഴിച്ചു നിന്നതല്ലാതെ ഇവരാരും ഒരു ചെറുവിരൽ പോലും അനക്കില്ല. സാമാന്യ ബോധം എന്താണെന്ന് അവർക്കറിയാം. ഫോഴ്സിനെ വിളിക്കാന്ന് ഞാൻ പറഞ്ഞതാ. ആ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണം. എന്നിട്ട് എന്തായി? പട്ടാപ്പകല് വനിതാ SIയെ തെരുവുകുണ്ട റേപ്പ് ചെയ്തു പത്രത്തിൽ അച്ചടിച്ചു വരാത്തത്. ഒരു ഭാഗം തളർന്നു കിടക്കുന്ന തന്റെ തന്തയുടെ കുരുത്തം. ടൈസൺ ജോർജ് എന്ന തെരുവുകുണ്ട പോലീസിന് നേരെ കൈ ഉയർത്തിയെങ്കിൽ അത് ആരുടെ ഒത്താശയും സപ്പോർട്ട് കൊണ്ടാണെന്ന് എനിക്കറിയാം. ഓഹോ, എങ്കിൽ ചെല്ല്, അവനെ പിടിച്ച് ലോക്കപ്പിലിട്. അങ്ങനെ തെളിയിക്ക് കാക്കിയിട്ട പോലീസിന്റെ ഉശിര്. ചന്തമുക്കിൽ മീൻ കച്ചവടം നടത്തുന്ന പെണ്ണുങ്ങളുടെ വായാടിത്തം മാത്രം പോരാ പെങ്ങളെ, ഇൻസ്പെക്ടർ ചമയാനുള്ള യോഗ്യതയ്ക്ക്. എനിക്ക് ഈ വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഉണ്ടോടോ പഴയ പോലീസേ? തന്നെ കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം, മലവും കൊരണം, മരുന്നും തരണം. അതും പോരാഞ്ഞ ശരീരമാസകലം തിരുമ്മണം. തിരുമാടോ, ഞാൻ ശരിക്കും തിരുമാടോ. ഇത്രയൊക്കെ ചെയ്തിട്ടും വെറും 1,800 രൂപ ശമ്പളം കൂടുതൽ ചോദിച്ചപ്പോ തന്റെ പുന്നാരമോക്ക് തരാൻ മേല. അവിടെ പോലീസ് ആയെങ്കിൽ ഞാൻ പൗരനാടോ, അധ്വാനിക്കുന്ന തൊഴിലാളി പൗരൻ. എന്റെ അവകാശങ്ങൾ സാധിച്ചു കിട്ടും വരെ തന്നെ ഞാൻ ഇങ്ങനെ 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 നന്നായിട്ട് ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കുമ്പോഴാ കിഴങ്ങാരം പോലീസേ. ഇവനാള് കൊള്ളാലോ. എന്നോടാ കളി. തന്റെ മോള് കാശ് തന്നില്ലെങ്കിൽ എന്താ? തനിക്കുള്ള മരുന്നിന്റെ വകയില് എനിക്കുള്ള മരുന്ന് പുശാല്ലേ? അയ്യോ, യമന് മരുന്ന് തന്നില്ലല്ലേ? ഇപ്പൊ തരാം, ശരിയാക്കി തരാമേ. ആയുർവേദം മണ്ണിന്റെ മരുന്നായതുകൊണ്ട് ഇതിലൽപ്പ ചെളിയിരിക്കുന്നു, നല്ലതാ. എന്നാ തേവ്. ദൈവമേ, ഇന്നത്ര നേരത്തെ ഇനി കിട്ടിയെടുത്തു. അയ്യോ, സോറി, മണം കിട്ടാതിരിക്കാനാ. അങ്ങനെ അങ്ങനെ ഇന്നത്തെ പെടാപ്പാട് കഴിഞ്ഞു. ഒരു വിധത്തില് മരുന്ന് കുടിപ്പിച്ചു. ഒരു നക്ഷത്രം തോളിൽ കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അയാളുടെ വീട്ടുവേലക്കാരി ആവാനൊന്നും പോണില്ല. പണിക്കർക്കും അയാളുടെ മകനും ടൈസൺ ജോർജിനെ സംരക്ഷിക്കണമായിരിക്കും, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. അത് ശരി, അപ്പൊ മോള് നമ്മുടെ പക്ഷത്താണല്ലേ? ആയ കാലത്ത് അച്ഛൻ അയാളെ സേവിച്ചതിന്റെ കൂലി ഇപ്പൊ അയാൾ എനിക്ക് തരുന്നുണ്ട്. പണിക്കരുടെ സപ്പോർട്ട് ഇല്ലാതെ ടൈസൺ ജോർജ് എന്റെ നേരെ കൈ ഉയർത്തില്ല, അത് ഉറപ്പാ. ഓഹോ, അപ്പൊ അങ്ങനെ ഉണ്ടായോ? എന്റെ ആണ്ടവാ, ഭഗവാനെ, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചകത്താക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ. അച്ഛൻ നോക്കിക്കോ, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഞാൻ ചിലത് പ്രൂവ് ചെയ്യും, ഉറപ്പ്. ഈ പാവം പെൺകുട്ടിനെ ഇത്രയും സങ്കടപ്പെടുത്തിയ സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു മിഠായി തരും ടൈസ. പരുത്തിപ്പാറദേശം പിലാക്കണ്ടിയിൽ തോമാച്ചൻ മകൻ ടൈസൺ ജോർജ് എന്ന ജോർജ് കുട്ടി വയസ്സ് 35, തൊഴിൽ കൂലിത്തല്ല്, ചാരായം മാറ്റി, സ്പിരിറ്റ് കടത്ത്, പെണ്ണുപിടി ചെയ്യാൻ ഇദ്ദേഹം തന്നെയല്ലേ? ആണെങ്കിൽ മോനെ, നിന്നെ ഇടിച്ചു വീഴ്ത്താൻ ഞാൻ പാടുപെടും, പെടാപ്പാടും. ഇതാ ഇവന്റെ ഒക്കെ ഒരു കുഴപ്പം. ബാക്കിയിടായാലോ നിന്റെ അപ്പം എന്ന് പറയടാ. എന്റെ ടൈസൺ നമ്മൾ തമ്മിൽ എന്തിനാ പൂസിനെന്നൊന്നും അറിഞ്ഞിരിക്കണ്ടേ? ഇവൻ ഈ പറഞ്ഞ മാതിരി കാര്യം ആണ്ടവനൊരു കള്ളൻ തന്നെയാ. പക്ഷെ കേരള പോലീസിനോട് ഈ കള്ളനൊരു ബഹുമാനുണ്ട്. മര്യാദക്ക് ജോലി നോക്കാൻ വന്ന ചുണക്കുട്ടിയായ ഒരു പോലീസുകാരിയെ നീ പട്ടാ പകല ചെറ്റപ്പണിക്കർക്ക് വേണ്ടി മാനം കെടുത്തി. അത് തെറ്റല്ലേ? അപ്പൊ അതിനൊരു ചെറിയ മിഠായി ഞാൻ തരണ്ടേ ടൈസ?
ചന്ദ്ര പുറത്തെന്താ വീണ പോലെ നോക്ക്. ദൈവമേ ഇതെന്താ? സാറേ എന്താ ചന്ദ്ര? ദേ. ആ, എന്താ ഇത്? അഴിക്ക്. ഞാനോ? അഴിക്കോ? ദൈവം തമ്മിൽ നേരിട്ട് കൊറിയർ സർവീസ് തുടങ്ങിയ ഓണ്ടവന്റെ സമ്മാനം. Bring him. സംശയിക്കേണ്ട സർ. ടൈസൺ ജോർജ്. സാറ് ക്ഷമിക്കണം, ഞങ്ങൾ ഇവനെ ഒന്ന് നന്നായി പെരുമാറി. ഹൗ ഡെയർ യു? അറിയാം സർ, കസ്റ്റഡിയിലെടുത്ത പ്രതികളെ തല്ലാൻ പാടില്ലെന്ന് അറിയാം, പ്രത്യേകിച്ചും ഇവനെ പോലുള്ള ഗുണ്ടകളെ. പക്ഷെ ചെയ്തു പോയി. പിന്നെ ഇവന്റെ പേരിലുണ്ടായിരുന്ന ചില പഴയ കേസുകൾ കൂടി ഞാൻ പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനും തീരുമാനിച്ചു. ശ്രീരേഖ, യു ആർ ക്രോസിംഗ് യുവർ ലിമിറ്റ്സ്. പരിധികൾ ലംഘിക്കാനാണ് സർ സുഖം. കമോൺ.